കണ്ടോ, പാഴ്വസ്തുക്കളെ കൊണ്ട് മനോഹരമായ ഒരു ചെടി കണ്ടില്ലേ? ഈ ഭൗമദിനത്തിൽ പാഴ്വസ്തുക്കളെ കൊണ്ട് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താ അറിയോ? ഒരു കൗതുകമുള്ള സംഭവമാണ്. ഒരു നടിയിലാണ് ആ പോട്ടുണ്ടാക്കുന്നത്, നടുന്നത്, ചെടിയും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. ഇന്ന് ഏതാ ദിവസം എന്നറിയോ? ഇന്ന് ഏപ്രിൽ 22. ഏപ്രിൽ 22 ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ദിവസത്തിനും ഓരോ ദിനമൊക്കെ ഉണ്ടല്ലോ. ശിശുദിനം, മാതൃദിനം, വനിതാ ദിനം, ചാന്ദ്രദിനം ഒക്കെ ഉണ്ടാവുക. അതുപോലെ ഇന്ന് ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഭൗമദിനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭൂമിയെ സംരക്ഷിക്കാൻ ബോധവൽക്കരണം ആചരിക്കുക. അതാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാനും പരിസ്ഥിതിയുടെ മലിനീകരണം കുറക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന, അതെല്ലാം പ്രചരിപ്പിക്കാൻ ബോധവൽക്കരണം ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ആ ദിവസം ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തത് എൻ്റെ പരിസ്ഥിതിയെ പരിസ്ഥിതിയെല്ലാം വൃത്തിയാവും. കാരണം കുപ്പികളൊക്കെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയണമല്ലോ ഓരോരുത്തർ. ആ വേണ്ടാത്ത കുപ്പികൾ, പാഴ്വസ്തു എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് മനോഹരമായ പോട്ടുണ്ടാക്കി ചെടി പിടിപ്പിക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ പോകാം കേട്ടോ. എന്നാൽ വിരിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കാം. എന്നാൽ വിരി നമുക്ക് നോക്കാലോ. ഞാനുണ്ടാക്കുന്ന പാഴ്വസ്തു ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തോ ഇതെനിക്ക് കിട്ടിയത് ഇവിടുന്ന് റോട്ടുമെന്ന്. നിങ്ങൾക്കും കിട്ടും റോട്ടുമല്. ഇതൊക്കെ പാഴ്വസ്തായിട്ട് വലിച്ചെറിയുന്നതാണ്. ഒക്കെ ഞാൻ എടുത്തു കൊണ്ടുവന്ന് നല്ല അടിപൊളി ചെടിച്ചട്ടിയാക്കി മാറ്റുക. പിന്നെതാ വാട്ടർ ബോട്ടിൽ എത്രയും കിട്ടും നമുക്ക്. ഒരു റോട്ടുമലൂടെ അങ്ങ് നടന്നാൽ മതി, നമുക്ക് എത്രയും കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇനി ചെടിച്ചട്ടി ഉണ്ടാക്കട്ടെ കേട്ടോ. വെറൈറ്റി മോഡൽ. അതിനിപ്പോൾ എന്തെല്ലാം ആയുധങ്ങൾ വേണമെന്നറിയോ? കത്രിക വേണം, ഒന്ന് ചൂടാക്കാനുണ്ട്, അങ്ങനത്തെ കുറേ സാമഗ്രികൾ വേണം. എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരും അതുപോലെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പൈസ കൊടുത്തൊന്ന് ചട്ടി വാങ്ങണ്ടല്ലോ. ഇതിൻ്റെ മേലെ പരസ്യമൊന്നും വേണ്ട. പരസ്യമൊക്കെ നമുക്ക് ഒഴിവാക്കാം. എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളിങ്ങനൊക്കെ ഓരോന്ന് ഒപ്പിച്ച് ജീവിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. നമ്മളെ പുതിയ തലമുറ അവരൊക്കെ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ ഭൂമിയെ നമുക്ക് രക്ഷിക്കാന്നുള്ളതൊക്കെ കാണുന്നത് നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് വന്നാൽ അങ്ങനത്തെ പലതും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. 3 കുപ്പി എടുത്ത് ഈ 3 കുപ്പിയെ ഞാൻ 3 നേർ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗം വേണ്ട. ഇത് കട്ട് ചെയ്തോളന്നൊന്നുമില്ല, എന്നാലും കുറച്ച് വട്ടം കൂട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്താൽ ഒത്ത വലിപ്പം മതിയല്ലോ. അതിന് കട്ട് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഈ കുപ്പിങ്ങളെ കാണിച്ചു തന്നിരുന്നല്ലോ. ഇത് ഞാൻ കട്ട് ചെയ്തു. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് എനിക്ക് വേറൊരു സൂത്രം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്നല്ല, ഇതിന് വേണ്ടിയിട്ടുമല്ല. അപ്പം ഞാൻ മാറ്റി വെക്കുക. കുപ്പികളെല്ലാം നേർ പകുതി ഞാൻ കട്ട് ചെയ്തു. എല്ലാത്തിനും അടപ്പും എടുത്ത് കളഞ്ഞു. അടപ്പൊന്നും വേണ്ട. അങ്ങനെ ഞാൻ 3 കുപ്പി കൊണ്ട് 6 പീസ് 6 എണ്ണം എടുത്തു. ഇത് ഇനിയാണ് നമുക്ക് തുടങ്ങുന്നത്. ഇനി ഇതിന് നമുക്ക് ചെടി നടാനാണല്ലോ ഹോൾസ് നിർബന്ധം. വെള്ളം ഒലിച്ച് പോകണമല്ലോ. ഇപ്പം ഞാൻ ഹോൾസ് ഇടട്ടെ. പിന്നെ ഇതിനെല്ലാം ഒരു ഹോൾസ് ഇടാനുണ്ട്. അതെന്തിനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഹോൾസ് ഇട്ട് വരട്ടെ. സമയം പോകും ഹോൾസ് നിങ്ങളെ കാണിച്ചാൽ. അതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ടാണ് ഹോൾസ് ഇടുന്നത്, കമ്പി ചൂടാക്കിയിട്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഈ മറ്റേ കുപ്പി 2 ലിറ്ററിൻ്റെയും കുപ്പിയാണ്. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിനേത് ചെടിയാണ് അതിനേത് ചെടിയാന്നൊക്കെ കാണിച്ചു തരാം വരി. അങ്ങനെ ഞാൻ ഹോൾസ് ഉണ്ടാക്കാൻ പോയപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഇത് നൈസാണല്ലോ. നൈസായാലും ഇത് കീറിപ്പോവുക, പൊട്ടിപ്പോവുക, അങ്ങനത്തെ കേസ് കേട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കത്തിച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ, ഉരുകി പോവുള്ളൂ. അല്ലാതെ അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കമ്പി അങ്ങനെ പിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് എൻ്റെ എല്ലാ കുപ്പിയും നിങ്ങൾ കണ്ടോ. മെയിനായിട്ടുള്ള അതിൻ്റെ മാതാവ് ഉള്ളിലുണ്ട്. മക്കൾ ചുറ്റും കുപ്പി കൊണ്ട്. ഇനി ഇതിൽ എന്തൊക്കെ ചെടികളാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റാപ്ലർ കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ട് അടിച്ചത്. ഇങ്ങനെ അങ്ങ് പിടിക്കുക. അങ്ങനെ സ്റ്റാപ്ലർ ഒന്നൊന്നും പോരാട്ടോ, ഒന്നൊന്നും പോരാ. അങ്ങനെ നമുക്ക് കുറേ അങ്ങ് അടിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ഇങ്ങനെ അങ്ങ് അടിക്കുക, എന്നാലേ പോവൂര. ഇനി അഥവാ നമുക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
നമുക്ക് വേണമെങ്കിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കയറുകൊണ്ട് ഒരു കെട്ട് കെട്ടാലോ പിന്നീട് ഇതാ എങ്ങനെയുണ്ട് എൻ്റെ പാഴ്വസ്തു ഉപയോഗിച്ചിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയത്. ഇതാ ഞാൻ പറഞ്ഞത് ഭൗമദിനത്തിൽ തന്നെ ഇത് ഉണ്ടാക്കേണ്ടത്. എത്ര എണ്ണ റോട്ടുമേൽ എറിഞ്ഞത്. ഇതൊക്കെ എടുത്ത് ഞാൻ മനോഹരമായ അടിപൊളി. ഇനി ഞാൻ നറുക്കട്ടെ പോട്ടി മിക്സ്. ഇനി നമ്മൾ നടാൻ പോവുക. നടാൻ പോകുമ്പോൾ ഫസ്റ്റിൽ വേണ്ടത് ചകിരിയാണ്. ചകിരി ബെഡ് പൊളിച്ച ചകിരി തന്നെയാണ് അടിയിലിടുക. ചകിരി ഇടുന്നതിൻ്റെ ഗുണം ഞാൻ പറയാറുണ്ടല്ലോ. ഇത് മെയിനായിട്ട് ഞാൻ വെക്കുന്നത് ഇൻഡോർ ചെടിയാട്ടോ. അത് ഇൻഡോറാ, ഔട്ട്ഡോർ അല്ല. ചെടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയുള്ളൂ. എല്ലാത്തിനും ഒരു ചകിരി ഇടാണ്. ചകിരി ഇട്ട് കഴിഞ്ഞു. ഇതവിടെ ബാക്കിൽ നിൽക്കട്ടെ. ഇനി കുറച്ച് പോട്ടി മിക്സ് എൻ്റെ എന്താണെന്നറിയോ, കരിയിലല്ലേ എല്ലാവരും ഉപയോഗിക്കുക. ഞാൻ ഇടുന്ന എന്താ അറിയോ, എൻ്റെ പൂക്കൾ ഉണങ്ങിയത്. എൻ്റെ പൂക്കളില്ലേ എന്തോ ഒരു വീഴലാന്നറിയോ, അതുപോലെ ഉണ്ടായും ചെയ്യും. അതുപോലെ ഞാൻ ഓരോ മുറം ഞാൻ ഇട്ട് വാരിയെടുക്കും. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണൊക്കെ ഞങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇത് ഇൻഡോറാണ്, തൂക്കിയിടുന്നൊന്നുമല്ല. വെയിറ്റ് ഉണ്ട് വിചാരിച്ചൊരു പ്രശ്നമൊന്നുമില്ല. ഹാങ്ങിങ്ങിനാണ് തൂക്കിയിട്ട പ്രശ്നം. ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സാക്കിയതാ. കുറച്ചിടട്ടെ, ഇതിടട്ടെ. എല്ലാം ഇട്ടിട്ട് അങ്ങ് നിറച്ചാലേ ഇത് ബോഗൺവില്ലൻ്റെ കമ്പ് നൈസുള്ളതാ. എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. ഞാൻ അമർത്തുന്നുണ്ട്. ഞാൻ മണ്ണിടട്ടെ. ഇങ്ങനെയാണ് എൻ്റെ പോട്ടി മിക്സ്. ഇങ്ങനെയാണ്. എനിക്ക് ഇന്നലെയും കണ്ട് പിന്നെ ഈ ഡെയ്സി ചെടി പൂവിട്ടിട്ട്, ഡെയ്സിൻ്റെ അങ്ങനത്തെ ഡെയ്സി പൂവിടുന്നില്ല, മൊട്ടിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. പക്ഷേ കുറച്ച് നേരം അത് മൊട്ടിലിങ്ങനെ നിൽക്കൂ. അത് ശരിയാ. പിന്നെയാണ് പൂവിടുക. ഇനി ഞാൻ ഇത് നമ്മളെ ചാണകത്തിൻ്റെ പകരമുള്ള പച്ചില വളം, ഏറ്റവും നല്ല നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടിയതാ. അതിങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചെടികളൊരു ആരോഗ്യത്തോടുകൂടി വളരും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞുള്ള ഗുണം എന്താ പറയുക, നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുകയുള്ളൂ. എന്താ അതും ഇട്ട്. ഇനി ഞാൻ മണ്ണിടട്ടെ കേട്ടോ. ആവശ്യാനുസരണം ഇങ്ങനെ നമുക്ക് പിന്നെ ഇടാം. നടുമ്പം കുറച്ച് മണ്ണിടണം. എന്താ ഇങ്ങനെ ഇട്ട് ഒന്നിൽ നിറച്ചു. ഇനി ഞാൻ ഇതിൽ ഒന്നിലും നിറക്കുന്നത് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് കാണിച്ചാൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിറക്കുന്നത് കാണിച്ചു തരാം. എന്നത്തിനും വേണം ഇത് ഇടുക. കാരണം ഇത് ഇട്ടില്ലെങ്കിലല്ല മണ്ണ് ഒലിച്ച് പോയി കളിയും. മണ്ണ് ഒലിച്ച് പോയാൽ ഒലിച്ച് പോയോണ്ടിരിക്കുമ്പോൾ ഹോൾസ് അങ്ങ് അടിഞ്ഞു പോകും. ഹോൾസ് അടിഞ്ഞു പോയാൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്നാൽ പിന്നെ വേര് ചീഞ്ഞു പോകും. വേര് ചീഞ്ഞാൽ പിന്നെ ചെടി അങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ വെറുതെ അധ്വാനിക്കുക, ഒരാവശ്യമില്ല. പിന്നെ നമ്മൾ വെറുതെയാണ്, സീറോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഭൗമദിനാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാഴ്വസ്തുക്കളെ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നല്ല കൊട്ടാരത്തിൽ വെക്കാൻ പാകമാക്കിയ പോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരുന്നത്. എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കില്ലേ, അത് ഇങ്ങനെയുള്ള കുപ്പികൾ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭൂമിയെ നമുക്ക് വെള്ളം ഇറങ്ങൂല. അത് അതേപോലെ തന്നെ നിൽക്കും. അപ്പം അതെടുത്തിട്ട് നമ്മൾ മനോഹരമായ ചട്ടിയാക്കി കഴിഞ്ഞാൽ ഭൂമി നമുക്ക് സംരക്ഷിക്കുക. അതുവഴി നമുക്ക് പണം ലാഭിക്കുക. നമുക്ക് മനോഹരമായ ചെടികളുണ്ടാവും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്ലിയറിൽ ഇങ്ങനെ പറയുന്നത്. ഒന്ന് നിറച്ചു. ഇനി ഞാൻ ബാക്കിയെല്ലാം നിറക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണിക്കാം. ചകിരിടുന്നത് കാണിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ചകിരിടാൻ മറന്നു പോകുന്നവരൊക്കെ ഉണ്ടാവും എൻ്റെ പ്രിയപ്പെട്ടവർ. ചകിരിടുന്നാൻ കാണിക്കാം. ഇനിയും ചകിരി ബെഡ് തീർന്നില്ല ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. തീർന്നിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ ഇനിയും ഉണ്ട്. എനിക്കറിയില്ലേ എന്തൊരു മാജിക്കാ, എനിക്കറിയില്ല. ഇതങ്ങനെ എന്താണെന്നറിയോ, ചിലതിന് ഞാൻ അതിൻ്റെ അടിയിലെ മൂടി അങ്ങ് മാറ്റിയതാ. വലിയ ഹോളാണ് മറ്റേ അത്ര. അങ്ങനെ കഴിയാറായി. പോട്ടി മിക്സ് നിറച്ചിട്ട് ഞാൻ കാണിച്ചു തന്നാൽ അതുകൊണ്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളത് എല്ലാം ഒക്കെ ജൈവ. ഒന്നും ജൈവ ആയാലും ശരി
ചില്ലിക്കാശ് മുടക്കാത്തുക. എൻ്റെ കൃഷി രീതിയിൽ എന്ന് പറഞ്ഞാൽ വീടും പരിസരവും മൊത്തം വൃത്തിയാവും. ഭൗമദിനത്തിൽ തന്നെ ഞാൻ കാണിക്കേണ്ടതാണ്. എൻ്റെ പരിസ്ഥിതി അങ്ങ് മലിനീകരണം നല്ല വൃത്തിയാവും. പുല്ലുണ്ടാവൂല, തോട്ടം മുഴുവൻ അടിച്ചു വാരി കരിയിലൊക്കെ എടുത്ത് കൂട്ടി വളം ഉണ്ടാക്കൂ. അങ്ങനെ പരിസ്ഥിതിയായിട്ട് ബന്ധമുള്ള എൻ്റെ ഫുള്ള്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഭൗമദിനാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ ചുരുങ്ങിയത് ഒരു ചെടിയെങ്കിലും നടാൻ നോക്കണേ. ഒറ്റ ഒന്നെങ്കിലും നട്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ. ഞാൻ നട്ടു, ഏതാ നട്ട് എന്നൊക്കെ ഉള്ളത്. കമ്പോസ്റ്റ് ഒന്നും പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. ചെടിയാണെങ്കിൽ ആരോഗ്യത്തിൽ ഉണ്ടായും ചെയ്യും. അങ്ങോട്ടെന്നേ ഉള്ളൂ. അത് വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെ ഞാൻ നടാനുള്ള ചെടികളെ കാണിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. എല്ലാം മാറ്റിയിട്ട് ഇതൊന്നും അധികം കൊള്ളൂല നമുക്ക്. ഞാൻ ആദ്യം തന്നെ പറയാം, പൂച്ചെടിയല്ല കേട്ടോ. പൂച്ചെടിയല്ല, ഇൻഡോർ വെക്കുന്ന ഇലച്ചെടിയാ. ഇതാ സൂപ്പറാണ്. എന്തൊരു ഭംഗിയാലേ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്ന് കലാകാരൊക്കെ ആണെങ്കിൽ നമ്മളതിൽ കുറേ കലാകാരന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇതിന് ഭംഗിയായിട്ടുള്ള പെയിൻറ്റ് കൊടുക്കുക, പെയിൻറ്റ് കൊടുത്തതിൻ്റെ മേലെ ചിത്രം വരക്കുക. അപ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് അതൊന്നും ഉണ്ടാവില്ല. ഞാനിതാ ഒക്കെ വൃത്തിയാക്കി ഞാൻ ചെടി നടുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ ചെടിച്ചട്ടി കണ്ടല്ലോ, ഭംഗിയുള്ള അതിമനോഹരമായ ചെടിച്ചട്ടി കണ്ടല്ലോ. ഇനി നമുക്ക് നടാട്ടോ. ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇതാണ്. ഈ ചെടിയില്ലേ, ഇതല്ല, ഇതിന് പ്രത്യേക ഭംഗിയാണ്. ഇതിന് വെയിൽ കൊള്ളാതെ നല്ല തണലത്തുണ്ടായാൽ ഇതിന് നല്ല പച്ച, ഒരു പ്രത്യേക തരം പച്ചയും സൈഡിലൊരു വെള്ള ലൈനുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ വെട്ടിയെടുക്കട്ടെ കേട്ടോ. എന്താ വെട്ടിയെടുക്കാൻ കാരണം എന്താണെന്നറിയോ? അവിടുന്ന് വീണ്ടും ഉണ്ടായിക്കോളൂ. വെട്ടിയെടുത്തിട്ട് നമുക്ക് ഭംഗിയായിട്ട് പിടിപ്പിക്കാം. എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏതിലൊക്കെയാണ് പിടിപ്പിക്കുന്നത്? ഈ ചെടീൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് ഒരു പൂവ് ഉണ്ടാവും, പക്ഷെ അങ്ങനത്തെ പൂവൊന്നുമല്ല. ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, ഓരോന്ന് വെട്ടിയെടുക്കുക. ഇത് ഇൻഡോറാ. ഔട്ട്ഡോർ വെച്ചാൽ അതിൻ്റെ ഭംഗി പോവുക. വെയിൽ തീരെ കൊണ്ടുവിടാം. ഇതാ മൊത്തം വെട്ടിയെടുത്ത് ഇത് അടക്കട്ടെ. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണ എന്താ അറിയോ? ഇങ്ങനെയുള്ള ഒരു കുപ്പിയല്ല, നമ്മളെ കുപ്പിൻ്റെ അടിഭാഗം ഒന്ന് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതൊന്ന് മട്ടത്തിൽ നിൽക്കാനാട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നട്ട് പിടിപ്പിക്കാം. തുടങ്ങുന്നുണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറുണ്ടാവട്ടെ. ഓരോന്ന് എങ്ങനെയാണ് ഞാൻ അവസാനത്തെ കാഴ്ച എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഈ രണ്ടാമത്തെ ഈ ഒരു പോട്ടിൽ ഇതല്ല കേട്ടോ, ഈ ചെടിയല്ല കേട്ടോ, വേറെ ചെടിയാ. അപ്പം അതിൻ്റെ ഭംഗിയൊന്ന് വേറെ ആയിരിക്കും. ഇവിടൊക്കെ വരൂ, നല്ല അങ്ങോട്ട് വരൂ, ഉഷാറിൽ വരൂ. ഒക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റിയതായിരുന്നു ഇതിൻ്റെ മുമ്പ്. നോക്കിൻ്റെ ഇതിൻ്റെ കളറ് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി. ഇത് ഞാൻ ഇവിടുന്ന് കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ചെടി ഭ്രാന്തുള്ളത് കൊണ്ട് എവിടെ പോയാലും നമ്മൾ ചെടി അന്വേഷിച്ചിട്ട് വീട്ടിൽ പൊട്ട് കൊണ്ടുവരുമല്ലോ. ഈ ചെടി ഭ്രാന്തുള്ളവർ സാധാ ഭ്രാന്തന്മാർക്ക് ഭ്രാന്താന്ന് സമ്മതിക്കൂല. ചെടി ഭ്രാന്തന്മാരങ്ങനെയല്ല, തുറന്ന് പറയൂ എനിക്ക് ചെടി ഭ്രാന്താണ് എന്നുള്ളത്. അതിൽപ്പെട്ട ആളാണ് ഞാൻ. ഇങ്ങനെ അങ്ങനെ വെച്ചു കൊടുക്കുക. ഏതായാലും വെട്ടിയിരേ ഫുള്ളങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നും കൂടി കാണിച്ചു തരാം. ഇതൊക്കെ പെട്ടെന്ന് മുളക്കൂ. ഇതൊന്നും മുളക്കാൻ ഇതിന് നിറയെ വേര് വരും. ഇതാ നട്ടീരേ. നട്ട് കഴിഞ്ഞ് അടിയിൽ ഒരു പാത്രം വെച്ചിന് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കാൻ, നല്ല വൃത്തി നിൽക്കാൻ. ഇതാ ഇങ്ങനെ ഞാൻ ഒരു കെട്ട് കിട്ടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുതാ ഇതിങ്ങനെ മലക്കും. മലന്ന് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഇതാ ഇങ്ങനെ അങ്ങ് നിൽക്കും. ഞാൻ കെട്ട് കെട്ടട്ടെ.
കെട്ടിട്ട് കാണിച്ചതാ. ഒരു കയറെടുത്ത് നല്ല മട്ടത്തിന് ഞാൻ കെട്ടിക്കൊടുത്ത്. ഇനി എവിടുന്നൊക്കെ ഞാൻ ഇല വരുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇല വരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കൂ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ, പറയും പോലൊന്നും ഇല്ലല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഞങ്ങളെ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ ഭംഗി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ ഈ പച്ചല്ലേ ഒന്നും കൂടി ഇങ്ങ് പച്ചയായി നിറയെ വെള്ളയും പച്ചയും ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒക്കെ തളിരിങ്ങനെ വന്ന് ഉഷാറാവും. ഇനി നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞു, നടുക്കുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ചുറ്റുമുള്ളത് പിടിപ്പിക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ചുറ്റുമുള്ള ഇതാ ഈ പോട്ടിൽ നടാൻ പോകുന്ന ചെടി ഏതാന്ന് കാണിച്ചു തരാം. അതാ ഇതില്ലേ, ഈ ചെടിക്ക് എന്താ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് വാങ്ങാൻ പോയി വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു വില കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കൊണ്ടുപോയാൽ മതി, ബാക്കി പിന്നെ നിറച്ചുണ്ടാവുന്നുള്ളു. അത് ശരിയാ, നിറച്ചുണ്ട. എത്ര റാക്ക് ഞാൻ കൊടുത്തു എന്നറിയോ. ഇത് നമ്മളെ അകത്ത് വെക്കുന്നത് നല്ലതാണ് പോലും. ഇതാ എത്രയോ ആക്കി ഞാൻ കൊടുത്തു. ഇത് അങ്ങനെ പൊന്തി നിൽക്കൂല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെർട്ടിക്കലായിട്ടാണ്, വെർട്ടിക്കലായിട്ട് നമ്മൾ കുപ്പികളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെർട്ടിക്കലായിട്ട് നട്ടാണ്ടാകുന്നൊരു ഭംഗി. ഇതാ 1 2 3 ഇത് ഇതിന് കണക്കാ പറഞ്ഞ പോലെ ഉണ്ട്. എന്താ 6 എണ്ണം വരികയുണ്ടോ. ഇപ്പം ഞാൻ നടാൻ പോവാ കേട്ടോ. ഇതിങ്ങനെ നീളത്തിൽ പോയി ഇങ്ങനെ നിൽക്കും, ഇതിങ്ങനെ പരക്കുള്ളൂ ഇത്. അതുകൊണ്ടാണ് ഞാൻ സൈഡിലേക്ക് ഇത് വെച്ചത് കേട്ടോ. അങ്ങനെ നടട്ടെ. ബിസ്മില്ലാഹി. നമ്മൾ പോട്ടി മിക്സ് ഇട്ടത് അധികം പോലെ ഉണ്ട്, ഒന്ന് താത്തിയതാ. ഒന്ന് നട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ? വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല, ഞാൻ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തേക്ക് വെക്കട്ടെ. ഇതെങ്ങനെ ആക്കിയാലും ഒന്നും ആവൂല. ഇത് കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പിയാണ്, ഒന്നും ആവൂല. അങ്ങനെ 2 ഞാൻ ഫുള്ള് നടട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫുള്ളാക്കി എല്ലാത്തിനും നട്ട് കഴിഞ്ഞു. ഇനി ഈ പച്ചല്ലേ, ഈ നല്ല പച്ച, അതിന് നല്ല തത്തപ്പച്ച, ഈ പച്ച ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ അങ്ങ് വരൂ. ഇതിങ്ങനെ പടരും, ഇതിങ്ങനെ ഇതൊരിക്കലും പൊങ്ങൂര, ഇതിങ്ങനെ പടരുന്ന കാണുന്നത്. എൻ്റെ അടുത്ത് അതാണുള്ളത്. അപ്പോൾ 2 തരം പച്ച ഒരു പാത്രത്തിൽ ഇങ്ങനെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഇൻഡോറിൽ ഞാൻ അങ്ങ് വെക്കും. ഇത് ഞാൻ സിറ്റ് ഔട്ടിൽ വെക്കാനാണ് വിചാരിച്ചത്. വെയിൽ തട്ടിയില്ലെങ്കിലാണ് ഇതിൻ്റെ കളർ ലംഘുന്നത്, നല്ല കളർ വരുന്നത്. തീരെ വെയിൽ തട്ടാതെക്കാൻ പറ്റൂല. ഇടയ്ക്കൊന്ന് ഞാൻ നനച്ചിട്ട് ഒന്ന് പുറത്ത് വെക്കും. എന്നിട്ട് കുറച്ച് 2 മണിക്കൂർ കൊള്ളിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ, എന്നിട്ട് ഞാൻ ഇൻഡോറിൽ തന്നെ വെക്കും. അങ്ങനെ എൻ്റെ എല്ലാ ചെടികളും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇൻഡോറിൽ നമ്മൾ ചെടി വെച്ചുള്ള ഗുണങ്ങൾ അറിയില്ലേ. വായു ശുദ്ധീകരണത്തിന് ഫസ്റ്റ് ഇൻഡോറിൽ. പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇൻഡോറിൽ എല്ലാ വായുവിനെ അങ്ങ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഓക്സിജൻ ഇങ്ങനെ പുറത്തേക്ക് വിടും. ഇതൊക്കെ അതിൻ്റെ 1ാം നമ്പറാണ് ഈ ചെടി. ഇതിന് ഞാൻ പറയുന്നത്, ഇതിന് പിന്നെ സർപ്പപ്പോള എന്നൊരു കൂട്ടുകാർ പറയുന്നുണ്ട്. സർപ്പപ്പോള എൻ്റെത് ഇങ്ങനെ നീള. ഇതെന്താ ഇങ്ങനെ പരന്നതിന് സർപ്പപ്പോളയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇതിനെന്താ നല്ല പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒന്നേ വാങ്ങിയുള്ളൂ. എൻ്റെ കൂടെ കുറേ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടായി, ചുറ്റും മക്കൾ വെച്ചിട്ടായി ഇത് ഇങ്ങനെ ഉണ്ടായത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം? പാഴ്വസ്തുക്കളെ കൊണ്ട് മനോഹരമായ ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് വായു ശുദ്ധീകരണത്തിലുള്ള ചെടിയും പിടിപ്പിച്ചു. ഫുൾ ഇന്ന് ശുദ്ധീകരണ. ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കാൻ, പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ, ഇതൊക്കെ പുറത്ത് വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ നടണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം ഒരു ചെടിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ നട്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം ഭൗമദിനത്തിൽ ഞാൻ പറയുന്നത്, പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് നമുക്ക് വെർട്ടിക്കലായിട്ട് നട്ടാൽ അത് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. കണ്ടോ, ഞാൻ മധുരക്കിഴങ്ങ് വെർട്ടിക്കലായിട്ട് സിമൻറ്റ് ചാക്കിൽ മണ്ണ് നിറച്ച് പോട്ടി മിക്സ് നിറച്ച് ഒരു കുപ്പി ഇറക്കി വെച്ചതാണ് എല്ലാത്തിനും കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഓരോ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത് കാണിച്ചു തരാം.
പിന്നെ വേറൊരു പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഞാനിതാ ചാക്കെടുത്ത് കരിയില തോട്ടത്തിൽ നിന്ന് കരിയില വാരുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൃത്തിയാവലും നമുക്ക് വളം കിട്ടലുക. അങ്ങനെ വാരിയിട്ട് ഞാൻ കാബേജ് നട്ടത് അതും ഒരു സംരക്ഷണം തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ടോ തക്കാളി കൊട്ടയിൽ ഞാൻ നിറയെ ചുറ്റും പൊന്നാങ്കണ്ണി നട്ടു. എൻ്റെ പൊന്നാങ്കണ്ണിൻ്റെയൊക്കെ ഒരു വലുപ്പം വീതിയൊക്കെ നോക്ക്. എന്നിട്ട് പിന്നെ നടുക്ക് കാന്താരി നട്ട്. കാന്താരി ഉണ്ടായത് കണ്ടോ, കാന്താരി വിളവെടുക്കാനായി. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുക. വിഷരഹിത പച്ചക്കറി കിട്ടും. വിഷരഹിതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കല. നമുക്ക് രാസം വേണ്ട, രാസ കീടനാശിനി വേണ്ട, പ്ലാസ്റ്റിക് വേണ്ട. പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നട്ട് പ്ലാസ്റ്റിക്കിലാണ്. അത് വലിച്ചെറിയുന്നത് പാഴ്വസ്തു കൊണ്ടുവന്നിട്ട് ഇത് വേറൊരു കൊട്ട. ആ കൊട്ടയിൽ തക്കാളിക്കൊട്ട എന്താണെന്ന് തിരിഞ്ഞാൽ അതിൽ ചുറ്റും പച്ചച്ചീര, നടുവിൽ ചുവന്ന ചീര. ചുവന്ന ചീരൻ്റെ അതിർപ്പം കണ്ടിട്ട് ഞാൻ വിളവെടുക്കാണ്ട് നിൽക്കുക. പിന്നെ പൊന്നാങ്കണ്ണി നട്ട് നോക്ക്. ഇതൊക്കെ തോട്ടത്തിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തൂക്കിയിട്ട് സ്ഥലമില്ലേറ്റ് ഇങ്ങനെ അങ്ങ് നട്ടതാ. ഒക്കെ നമുക്ക് ഭൂമിയെ രക്ഷിക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. പിന്നെ ജൈവ വളം ഉണ്ടാക്കുന്നത് ഇപ്പം നല്ല ചക്ക സീസണാണ്. ചക്ക സീസണാകുമ്പോൾ ചക്ക മടലുകൊണ്ട് ഞാൻ വളം ഉണ്ടാക്കാൻ വെച്ചതാണ്. ഇതിൽ നമ്മൾ ദിവസം അരിയുന്നത് ഇതിൽ കൊണ്ടുപോയിടുക, കുറച്ച് മണ്ണിടുക, കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാൽ നല്ല അടിപൊളി വളമാവും. അങ്ങനെ ഒരു വളമായത് ഇതാ കണ്ടോ, വളമാക്കി ഇവിടെ വെച്ച് അതൊക്കെ എനിക്ക് ഓരോന്നിനും ഇടാനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എൻ്റെ തക്കാളി ഉണ്ടായത് കണ്ടോ, തക്കാളി കൊട്ടയിലാണ് തക്കാളി ഉണ്ടായത്. അന്ന് അടുത്തുനിന്ന് പിടിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു ആരോ കമതാ. അടുത്ത് ഇതാ തക്കാളി ഉണ്ടായി വരുന്നത് കണ്ടോ. ഇതൊക്കെ തക്കാളി പൂവിട്ടതാണ് കണ്ടോ. 1 2 3 ഇതിലെല്ലാം അതൊക്കെ പൂക്കളാണ്. ഇതെൻ്റെ നിത്യവഴുതന പൂവിട്ട് വരുന്ന പൂവും കായെല്ലാം ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമലൈക്കും. ഞാൻ പറഞ്ഞത് മറക്കരുതേ, ഒരു തൈയെങ്കിലും ഇന്ന് നട്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ.